കള്ളവാണെന്ന് പറയുന്ന ആള് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്തിട്ടുള്ള ആളാണോ? ഇല്ല. ഒന്നുകിൽ ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം. ഈ ദാനധർമ്മം ഒന്നും ചെയ്യാതെ അവിടെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ഉഡായിപ്പ്, കള്ളം എന്ന് പറഞ്ഞിടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്നും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ സമയം നഷ്ടം മാത്രം. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നു, അത്രമാത്രം. 7558875593 അതിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പനി കുറവുണ്ട് കേട്ടാ. ഞാന് 2-3 ദിവസം നന്നായിട്ടു എനിക്ക് പനി കുറവുണ്ട് കേട്ടാ. ഞാന് 2-3 ദിവസം നന്നായിട്ടു പനി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം കുറയും, ഒരു ദിവസം കൂടും. ഇപ്പൊ കുറവുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന മെസ്സേജും കൂടെ ഞാൻ നോക്കുവാണ്. അപ്പോഴേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ₹25 നിതിൻ സുധീർ അയച്ചിട്ടുണ്ട്. നമസ്കാരം. ഒരാൾ ₹1 അയച്ചിട്ടുണ്ട്. രണ്ടുപേരയച്ചു. അപ്പോൾ ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്കതിന് ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ഞാൻ പോസ്റ്റിൽ എഴുതിയിട്ട് ദാനധർമ്മത്തിന്റെ പ്രസക്തിയെ കുറിച്ച്. അപ്പോൾ തന്നെ അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറ്റാരുടെയും വാക്കുകളെ കേൾക്കാതിരിക്കുക. ഞാൻ മറ്റാരുടെയെങ്കിലും വാക്കുകളെ നിങ്ങളെപ്പോലെ വിഡ്ഢിയെ പോലെ ഇരുന്ന് കേട്ടിരുന്നുവെങ്കിൽ എനിക്ക് എന്റെ ജോലി കൃത്യമായി പോവുകയില്ലായിരുന്നു. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു, ദാനധർമ്മം ചെയ്യുന്നു. ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരാൾ എനിക്ക് ₹1001 അയച്ചു. ഇന്നലെ രാത്രിയിലോ മറ്റോ ആണ്. സുസ്മിത ₹1001 അയച്ചത്. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു, അതിന്റെ ഫലം എനിക്ക് കിട്ടി. ആ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ എഴുതിയിടുമ്പോൾ, പണത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ എഴുതിയിടുമ്പോൾ അവിടെ അതിന്റെ അടിയിൽ വന്ന് ഉഡായിപ്പ്, കള്ളം എന്നൊക്കെ എഴുതി വെക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്ത് ഇങ്ങനെ വന്നോണേ എനിക്ക് അതിന്റെ ഫലം കിട്ടി. ₹1001 കിട്ടി. ആ എഴുതി വെച്ച ആളോ വലിച്ചോണ്ടിരിക്കുക. ആ എഴുതി വെച്ച ആള് വലിച്ചോണ്ടിരിക്കുക. ആ ₹1001 നിന്നും ഞാൻ ₹300 അവർക്ക് തന്നെ അയച്ചു. ബാക്കി ₹200 രണ്ടുപേർക്കായിട്ട് അയച്ചു കൊടുത്തു. 100 വീതം രണ്ടുപേർക്കായിട്ട് അയച്ചു കൊടുത്തു. പിന്നീട്
ഇതുപോലെ ഓരോരുത്തരും അയച്ചു തരുന്നത് ഞാൻ എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുന്നു. രജനി സുനിൽ ഇപ്പൊ വോയിസ് മെസ്സേജ് അയച്ച ആളാണ്, 100 രൂപ അയച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചു പേരല്ല, ഇപ്പൊ കൂടുതൽ ആളുകൾ വരിക, കുറെ ആളുകൾ ദാനധർമ്മം ചെയ്യുന്നു. ഞങ്ങൾക്കതൊരിക്കലും കബളിപ്പിക്കലാണെന്ന് തോന്നുന്നില്ല, അതിൽ ഏറ്റക്കുറച്ചിലില്ല. ഈ 1000 രൂപ അയച്ച ഒരാൾക്ക് ചിലപ്പോ എന്റെ ഭാഗത്തു നിന്ന് 100-300 രൂപയായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. ചില സമയത്ത് 1000-500 രൂപ അങ്ങോട്ട് ചെന്നെന്നും ഇരിക്കും. അതുപോലെ ഇപ്പൊ ഇങ്ങോട്ട് അയച്ച രജനി സുനിൽ 100 രൂപ അയച്ച് ചിലപ്പോൾ 20-10 ഒക്കെ 20-50 ഒക്കെ അയക്കും. ചിലപ്പോൾ 100-200 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. അപ്പോൾ ഞങ്ങൾ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നിടത്ത് ഒരു ഉടായ്പും ഉണ്ടാകുന്നില്ല, ഒരു കള്ളവും ഉണ്ടാവുന്നില്ല. നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എഴുതി വെക്കുന്നവർക്കോ അവരവിടെ എന്ത് എഴുതി വെക്കുന്നു? ഉടായ്പ്, കള്ളം, ഉടായ്പ്, കള്ളം എന്ന് എഴുതി വെക്കുന്നു. കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അവരും ഇതുപോലെ ദാനധർമ്മം ചെയ്താല് അവർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരത്രയും സമയം ഉടായ്പ്, കള്ളം എന്ന് എഴുതുവാനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല.